ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് പറയും ഫേസ് ബ്ലൈൻഡ്നെസ് ആണ്, പെർമനന്റ് ആണ്, ഈ ഒരു അവസ്ഥ ഇനി മാറാനായിട്ട് പോകുന്നില്ല എന്ന്. ഡോജെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ മുഖമാണ്. അപ്പോൾ ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആ സമയത്താണ് ജൂഹാൻ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യാൻ പഠിക്കുക ആൾക്കാരെ. അത് അവരുടെ എന്തെങ്കിലും ട്രേറ്റ്സ് മനസ്സിലാക്കി അങ്ങനെ വേണം റെക്കഗ്നൈസ് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും പാട് ഫിഷ് ടാങ്കിലെ മീനിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനാണല്ലോ. അങ്ങനെയാണ് അങ്ങനെ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് എഫേർട്ട് ഇട്ടതിന് ശേഷമാണ് ഡോജയ്ക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിനൊക്കെ ശേഷമാണ് മടങ്ങി വരുന്നത്. തിരിച്ചു വരുമ്പോൾ അമ്മ എയർപോർട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പം അമ്മയെ ഹെയർ സ്റ്റൈൽ വെച്ചിട്ടും നടക്കുന്ന രീതി വെച്ചിട്ടും പെർഫ്യൂമിന്റെ സ്മെല്ല് വെച്ചിട്ടുമാണ് അവൻ തിരിച്ചറിയുന്നത്. വോയിസ് ഓവറിൽ ഡോജ പറയുന്നത്, എനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടവരെയൊക്കെ തിരിച്ചറിയാനായിട്ട് ഞാൻ പല മാർഗങ്ങളും കണ്ടുപിടിച്ചു ആ സമയം കൊണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്നെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിൽ പിന്നെ ഞാൻ എന്നെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഡോജെ സേഗി എടുത്ത് പറയുന്നത് ആ ദിവസത്തിന് ശേഷം ഞാൻ സ്വയം സ്നേഹിച്ചിട്ടില്ല എന്ന്. ഓരോ പ്രാവശ്യവും കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ അവൻ വേറെ മുഖമാണ് കാണുന്നത്. സ്വന്തം മുഖം തന്നെ എങ്ങനെയായിരുന്നു എന്ന് മറന്നുപോയിട്ടുണ്ട്. ഞങ്ങൾ ഒഫീഷ്യലി ബ്രേക്കപ്പ് ആയി, പക്ഷേ ശരിക്കും ഡേറ്റ് ചെയ്ത് തുടങ്ങിയെന്ന് രണ്ടുപേരും കൂടി വന്ന് ഭൂമി എടുത്ത് പറയും. നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കാനായിട്ട് ഭൂമി അവരോട് പറയുന്നുണ്ട്. അന്നേരത്തേക്ക് റിപ്പോർട്ടേഴ്സ് എല്ലാം വിളിച്ചു തുടങ്ങും. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭൂമിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സേഗി ശ്രമിക്കുന്നുണ്ട്. ഭൂമിക്ക് പക്ഷെ ഒന്നും കേൾക്കണ്ട, ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. ഇഷ്ടമാണെന്ന് ആദ്യം ആരാണ് പറഞ്ഞത്? അത് ഡോജെ തന്നെയാണ്. ഞാൻ ബ്രേക്കപ്പ് ആകാം എന്നാണ് പറഞ്ഞത്, പക്ഷേ ഡോജയാണ് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്ന് സേഗി പറയും. ഭൂമിക്ക് അത് മാത്രം കേട്ടാൽ മതിയായിരുന്നു. അന്നേരം തന്നെ റിപ്പോർട്ടർ പാർക്കിനെ വിളിച്ച് പറയും, ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഈ വാർത്ത അറിഞ്ഞ ഡയറക്ടർ കിം സേറെ കാണാനായിട്ട് വരും. ന്യൂസൊക്കെ അറിഞ്ഞല്ലോ, ഞാനൊരു ഓഫർ വെക്കാം, ഇയാളുടെ കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനൊന്ന് ഗാംബിൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഗാംബ്ലിങ്ങിന് ഞാൻ മിടുക്കനാണ്. അപ്പോൾ എൻ്റെ ഇപ്പം ഞാൻ ഗാംബിൾ ചെയ്യുന്നത് ഇയാളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാവാം എന്ന് തീരുമാനിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഒരു ബിസിനസ് റിലേഷൻ ആരുമായിട്ട് വേണമെന്ന് വ്യക്തമായ ധാരണയുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുമായിട്ട് ഒരു തരത്തിലുള്ള ബിസിനസ്സും വേണ്ട എന്നുള്ളത് എൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് സേറ പോകാനായിട്ട് തുടങ്ങും. ഉടനെ ഡയറക്ടർ കിം ചോദിക്കും, ഇങ്ങനെ സ്റ്റെപ്പ് ഗ്രാൻഡ് ഡോട്ടറിന് എല്ലാം ചെയർമാൻ എഴുതി കൊടുക്കുമെന്നൊക്കെ ഇയാൾ വിചാരിച്ചു വെച്ചേക്കുവാണോ? അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് ഇയാളെ നോക്കും. അതോ ഇനി വിദേശത്തുള്ള ആ ആള് മടങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണോ എന്ന് ചോദിക്കും. ആ ചോദിച്ച ചോദ്യം സേറയെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അവൾ പക്ഷെ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകും. ഇങ്ങനെ ന്യൂസ് പുറത്തു വന്നത് കണ്ട് ഡോജയുടെ അമ്മ ജൂഹാനെ വിളിക്കും. ഇതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഡാമേജസ് ഒക്കെ എത്രയും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്തോണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇയാളുടെ സാലറി ഞാൻ കുറയ്ക്കുന്നതാണ് പറയുന്നത്. അന്നേരം ജൂഹാൻ ഭൂമിയെ മീറ്റ് ചെയ്യുന്ന സമയമായിരുന്നു. എന്നിട്ട് ഭൂമിയോട് ചോദിക്കും, ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു, പ്രസ് റിലീസിന് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു, എന്തിനാണ് സേഗിയാണ് ഡോജയായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്നത്? അപ്പോൾ അത് എൻ്റെ ബോസിന്റെ റെപ്യൂട്ടേഷൻ അല്ലേ ബാധിക്കുന്നതെന്ന് ചോദിക്കും. അതെ, നിങ്ങളുടെ ബോസിന്റെ റെപ്യൂട്ടേഷനാണ് ബാധിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭൂമി പറയും. ഇത് കേൾക്കുമ്പോൾ ജൂഹാൻ ദേഷ്യം വരും. ഞങ്ങളെ മാത്രമല്ല നിങ്ങളെയും ബാധിക്കും, രണ്ടു കൂട്ടർക്കും ഇത് നെഗറ്റീവ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്ന് പറയും. ആ, രണ്ടു കൂട്ടർക്കും ഇത് നെഗറ്റീവ് ആയിട്ടേ വരത്തുള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിന് കുറച്ച് ഡാമേജേ വരാവൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രസ് റിലീസ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഭൂമി പറയും. ഇവളുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് ജൂഹാൻ പറയുന്നത്, ഇയാളുടെ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നാണ്. ഇയാളുടെ ലെവൽ എത്രയും താഴെയാണെന്ന് ഇപ്പോൾ ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്നാണ് ഉടനെ ഭൂമി തിരിച്ചു ചോദിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇയാളുടെ ബോസിനോട് തന്നെ പോയി പറയണം, അല്ലെ എന്നോടല്ല വന്ന് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. ഡോജയും സെയും രഹസ്യമായിട്ട് മീറ്റ് ചെയ്യും. അപ്പുറത്തിപ്പുറത്തും കാർ ഇട്ടിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അത്രയും ദൂരം ഇരുന്നുകൊണ്ട് സെഗി ചോദിക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് കാണാവോ എന്ന്. അപ്പം ഡോജ വാങ്ങിച്ചു കൊടുത്ത ഇയറിംഗ്സ് ആണ് അവൾ ഇട്ടേക്കുന്നത്. അത് കൃത്യമായിട്ട് അവൻ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ബ്രേക്കപ്പ് ന്യൂസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് സാധാരണ പോലെ മീറ്റ് ചെയ്യായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡോജ തിരിച്ചു ചോദിക്കുന്നത്, സെഗി പറഞ്ഞിട്ടല്ലേ ഞാൻ അന്നേരം തന്നെ വിളിച്ച് പറഞ്ഞതെന്നാണ്. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം തന്നെ അത് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് കാര്യങ്ങൾ ഊഹിക്കാൻ പറ്റത്തില്ല, ഞാൻ കേൾക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാറെന്ന് അവൻ പറയും. കാരണം എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയും. അങ്ങനെ വീണ്ടും വീണ്ടും പറയരുത്, എനിക്ക് സിമ്പതി തോന്നുമെന്ന് സെഗിയും തിരിച്ചു പറയും. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡോജ പോകുന്നത്. തിരിച്ചു വരുന്ന ഡോജയെ മീറ്റ് ചെയ്യാൻ പോയതാണെന്ന് ഭൂമി കൃത്യമായിട്ട് ഗസ് ചെയ്യും. എന്നിട്ട് പറയും, എങ്കിൽ ഉടനെ തന്നെ ഡോജയെ വിളിച്ചിട്ട് പറ നാളത്തെ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്യണം എന്ന്, കാരണം ബ്രേക്കപ്പ് ന്യൂസ് പുറത്തു വന്നു, ഇനിയിപ്പോൾ പോയി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും അത് കുഴപ്പമില്ല, ഈ ഒരു ക്രൈസിസ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാം, എന്തായാലും ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെന്ന് സെഗി പറയും. ഭൂമിയും സെഗിയും കൂടി പിറ്റേ ദിവസം ഡോജയുടെ കമ്പനിയിലേക്ക് വരും. ബ്രേക്കപ്പ് ആയതുകൊണ്ട് തന്നെ അന്നത്തെ ഇന്റർവ്യൂ സെഗി ക്യാൻസൽ ചെയ്യുമെന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ അവൾ വരുന്ന കാണുമ്പോഴത്തേക്കിനും
എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും സേഗി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കാണാനായിട്ട് എല്ലാവരും അവിടെ ഓടിക്കൂടും. ലോബിയിൽ വെച്ചിട്ട് ഡോജയും സേഗിയും കൂടെ മീറ്റ് ചെയ്യും. അപ്പം ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ബ്രേക്കപ്പ് ആയ രണ്ട് ആൾക്കാർ കണ്ടുമുട്ടുവാണ്. അവരെങ്ങനെയായിരിക്കും പെരുമാറുന്നത്, എങ്ങനെയായിരിക്കും സംസാരിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രണ്ടുപേരും പരസ്പരം ഗ്രീറ്റ് ചെയ്യും. ഇന്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം എന്ന് ഡോജെ പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയും, ഇന്റർവ്യൂ കഴിയുമ്പോൾ നമുക്ക് ഒന്നിച്ച് ലഞ്ചിന് പോകാമെന്ന്. അപ്പോൾ ശരി, എൻ്റെ ട്രീറ്റ് ആണെന്ന് സേഗിയും പറയും. എന്നിട്ട് നടന്നു പോകും. ആൾക്കാരെല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കും. എത്ര കൂളായിട്ടാണ് അവർ സംസാരിക്കുന്നത്, എത്ര കൂൾ ബ്രേക്കപ്പ് ആണ്. അപ്പോൾ അവർ പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കും, ബ്രേക്കപ്പ് ആയി എന്ന് കണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും പോകാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞത് സത്യമായിരിക്കും എന്ന് അവരൊക്കെ വിചാരിക്കും. നിങ്ങൾ ബ്രേക്കപ്പ് ആയെന്ന് ന്യൂസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ തിരിച്ച് ഡോജയെ കാണാനായിട്ടൊന്നും അവിടുന്ന് ഇറങ്ങിയേക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഭൂമി സേഗിയെ കൊണ്ട് വീട്ടിൽ വിടുന്നത്. സേഗി വിശ്വസിച്ചില്ലാത്തതുകൊണ്ട് കുറേ നേരം അവിടെ നിന്ന് അവൾ ഇറങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഭൂമി തിരിച്ചു പോകുന്നത്. ഡോജയ്ക്ക് സേഗിയുടെ വീടിന്റെ പാസ്വേഡ് അറിയായിരുന്നു. അങ്ങനെ അകത്ത് വന്നിരിപ്പുണ്ട് സേഗി അകത്തേക്ക് ചെല്ലുമ്പോൾ. രണ്ടുപേരും രഹസ്യമായിട്ട് ഡേറ്റ് ചെയ്യുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ ട്രാൻസ്ഫോം ചെയ്തിരുന്നെങ്കിലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടെന്ന് സേഗി പറയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡോജയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാമല്ലോ എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ സേഗി തിരിച്ച് ഡോജയെ വീട്ടിൽ കൊണ്ടുവിടും. വിട്ടു കഴിയുന്നതാണ് ഡോജയുടെ കാർ ഡ്രൈവ് ചെയ്ത് ആണ് വന്നതെന്ന് ഓർക്കുന്നത്. അപ്പോൾ അവൾക്ക് തിരിച്ചു പോകാൻ നിവൃത്തിയില്ല. അങ്ങനെ ഡോജയെ തിരിച്ച് അവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പോഴത്തേക്കിനും നെയ്ബേഴ്സൊക്കെ അവിടെ സസ്പീഷ്യസ് ആയിട്ട് ആൾക്കാരെ കാണുന്നതെന്ന് പറഞ്ഞ് പോലീസിൽ വിളിച്ച് പറയും. അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞിട്ട് യൂഹാനും ഭൂമിയും അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ രഹസ്യമായിട്ട് അകത്ത് കയറുമ്പോഴത്തേക്കും രണ്ടുപേരും അതിനകത്ത് നിൽപ്പുണ്ട്. രണ്ടുപേരും കൈയോടെ പിടികൂടും. ആൾക്കാർ കണ്ട് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സേഗിയും ഡോജയും ഹാറ്റൊക്കെ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് സംശയം തോന്നിയിട്ട് പോലീസിൽ വിളിച്ച് പറയുന്നത്. രണ്ടുപേരുടെ ഹാറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഭൂമിയും യൂഹാനും പുറത്തേക്ക് വരും. എന്നിട്ട് അവർ ഹസ്ബൻഡും വൈഫുമാണ്, അവർ ഡ്രൈവ് ചെയ്ത് പോയത് കണ്ടതാണ്, അങ്ങനെ സംശയം തോന്നിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനെയും നെയ്ബേഴ്സിനെയും എല്ലാം പറഞ്ഞു വിടും. ചേറ അന്ന് ക്ഷീണിച്ച് വന്നിട്ട് മേക്കപ്പ് ഒന്നും കളയാതെ അങ്ങനെ തന്നെ വന്ന് സോഫയിൽ കിടക്കും. അപ്പോൾ ഇൻഹോ വന്നിട്ട് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. എനിക്കിത് പരിചയമാണ്, സേയ്ക്ക് ഞാനിത് ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറയും. അപ്പം അന്ന് നടന്ന സംഭവമൊക്കെ ചേറ അവനോട് പറയും, ഡയറക്ടർ കിമ്മിനെ മീറ്റ് ചെയ്തതുമൊക്കെ. എല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതെന്തിനാണ് ഞാൻ ഇയാളോട് ഇതൊക്കെ പറയുന്നത്, ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇതുവരെ ഇയാളെ കേൾക്കാനായിട്ട് ആളുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കേട്ടോണ്ടിരിക്കാന്ന് ഇൻഹു പറയും. ഇവള് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഇത്ര പെട്ടെന്ന് എങ്ങനെ മനസ്സിലായി? ചർച്ചിന്റെ ഓർഫനേജിലേക്ക് എനിക്ക് ഡൊണേഷൻ വേണമെന്ന് പറയും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അന്നും ഡൊണേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളുടെ നമ്പറൊക്കെ എടുത്തത്. സേറ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവിടേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചർച്ചിലോട്ടും എല്ലാം ഇവനിങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ആത്മഹത്യക്ക് ശ്രമിച്ച അമ്മയെ അവനവിടെ കാണും. അപ്പോൾ അവിടെയുള്ള കുറച്ച് ആളുകൾ സംസാരിക്കുന്ന കേൾക്കും. ഈ അമ്മയുടെ മൂത്ത കുട്ടി ബ്രെയിൻ ഡെഡ് ആയിരുന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഹാർട്ട് ഇവർ ഡൊണേറ്റ് ചെയ്തതാണ്. എൻ്റെ കുട്ടിയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, അവർക്ക് എങ്ങനെ തോന്നി സ്വന്തം കുട്ടിയുടെ ഹാർട്ട് അങ്ങനെ ഡൊണേറ്റ് ചെയ്യാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. ഇൻഹോ അടുത്ത് പ്രീസ്റ്റ് വന്ന് തീരുമാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ആ തീരുമാനം എടുത്തതാണെന്നാണ് അവൻ പറയുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടാവും. വീട്ടിലേക്ക് വരണം എന്ന് അച്ഛൻ പറയുമ്പോൾ ഞാൻ ഇതുവരെ അമ്മയെ അനുസരിക്കാതിരുന്നിട്ടില്ല, പക്ഷേ ഈ ഒരു കാര്യത്തിന് എനിക്ക് അമ്മയെ അനുസരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. എന്തായാലും നീ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോകുന്നത്. ഒരാഴ്ച അവധി വേണമെന്ന് കൃത്യമായി കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് അതിപ്പോൾ നടക്കത്തില്ല എന്നാണ് ഭൂമി എടുത്ത് പറയുന്നത്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടല്ലേ ഇതിന് ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭൂമി അയാളുടെ അടുത്ത് ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ ബിസിയാണ്, ആർക്കും ഫ്രീ ടൈം ഒന്നും ഇല്ല, അതുകൊണ്ട് അങ്ങനെ അവധി ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് അയാൾ പറയും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന യൂറി കേൾക്കും. ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഈ വേഷം വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങ് പോയാൽ പോരെ എന്ന് അവൾ സേഗി എടുത്ത് ചോദിക്കുന്നുണ്ട്. സേഗി പക്ഷെ മറുപടി ഒന്നും പറയുന്നില്ല. ഇത് റിസ്ക് അല്ലേ എന്ന് ഭൂമി സേഗി എടുത്തന്ന് വൈകിട്ട് ചോദിക്കും. സാരമില്ല, എത്രയും പെട്ടെന്ന് അധികം റീടേക്ക് ഒന്നും ഇല്ലാതെ സീൻസ് ഒക്കെ തീർക്കാനായിട്ട് ഞാൻ ശ്രമിച്ചോളാം, എത്രയും പോകുന്നോ അത്രയും പോട്ടെ എന്ന് സേഗി പറയും. ശരി, എന്തെങ്കിലും തോന്നുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അന്നേരം തന്നെ നിന്നെ അവിടുന്ന് കിഡ്നാപ്പ് ചെയ്ത് രക്ഷിച്ചോളാം എന്ന് ഭൂമി ഉറപ്പ് കൊടുക്കും. ഇൻഹോ എന്നിട്ട് ചർച്ചിൽ കണ്ട ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അമ്മയെക്കുറിച്ച് സേഗി എടുത്തും ഭൂമി എടുത്തും പറയും.
അവരതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇന്ന് എനിക്ക് നേരത്തെ പോകണം, ഞാൻ വേറൊരാളുടെ വീട്ടിലാണല്ലോ താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ പോകും. അപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നില്ല. എവിടെയാണ് താമസിക്കുന്നതെന്ന് ഇൻഹോയ്ക്ക് എന്താ പറയാൻ ഇത്ര മടി, എവിടെയാണെന്ന് നമുക്ക് പോയി ഒന്ന് അന്വേഷിക്കേണ്ടതെന്ന് സേഗി ഭൂമിയെടുത്ത് ചോദിക്കും. അവൻ ഇത്രയും വലുതായ ഒരു അഡൾട്ട് അല്ലേ, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവന് നന്നായിട്ട് അറിയാം, അത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഭൂമി തിരിച്ചു പറയും. അങ്ങനെയാണോ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് അവനോട് ചോദിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന് ഭൂമി വീണ്ടും പറയുന്നുണ്ടെങ്കിലും സേഗി സമ്മതിക്കത്തില്ല. അങ്ങനെ രണ്ടുപേരും ഇവന്റെ പുറകെ ചെല്ലും. എന്നിട്ട് ഇവൻ ഏത് വീട്ടിലേക്കാണ് കയറി പോകുന്നതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഇവൻ ചെല്ലുമ്പോൾ സേറ കോമഡി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്നേരം തന്നെ വന്നെന്ന് മനസ്സിലാവുമ്പോൾ ചാനലൊക്കെ മാറ്റി നേരെ കയറിയിരിക്കും. കിടന്നുകൊണ്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇവൻ വാതിൽ തുറക്കുമ്പോഴത്തേക്കിനും സേഗിയുടെ പട്ടിക്കുട്ടി സേഗി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടും. അപ്പോൾ സേറ ആണെങ്കിൽ ഇത് പുറത്തേക്ക് ഇറങ്ങി ഓടിയെന്ന് കണ്ടിട്ട് അതിന്റെ പുറകെ അതിനെ പിടിക്കാനായിട്ട് ഓടും. സേറ ഓടി വന്ന് നിൽക്കുന്നത് സേഗിയുടെയും ഭൂമിയുടെയും ഫ്രണ്ടിലാണ്. എന്റെ വീക്ക്നെസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് ഇയാളുടെ വീക്ക്നെസ് ആണല്ലോ ഞാൻ കണ്ടുപിടിച്ചതെന്ന് തന്നെ സേഗി പറയും. ഇത് കേട്ടോണ്ടാണ് ഇൻഫോ അവിടേക്ക് വരുന്നത്. രണ്ടുപേരും അവനെ ഫോളോ ചെയ്ത് വന്നാണെന്ന് മനസ്സിലാക്കിയ ദേഷ്യം അവനുണ്ട്. ഞാൻ സേറയുടെ വീക്ക്നെസ് അല്ല, ഞാൻ നാളെ കൂടെ ഇവിടെ താമസിക്കുന്നുള്ളൂ, നമ്മൾ തമ്മിൽ നാളെ ഒന്ന് കാണണം, നമുക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ സേറയെ വിളിച്ച് അകത്തേക്ക് പോകും. അകത്ത് ചെന്ന് കഴിയുമ്പോൾ ബാക്കി പൈസ ഇൻഹോ സേറയ്ക്ക് കൊടുക്കും, ഫാൻസി ലൈറ്റിന്റെ. ഇത് ബാക്കി മുഴുവൻ പൈസയുണ്ടെന്ന് പറയും. അപ്പം അതിന്റെ ശരിക്കുള്ള കോസ്റ്റ് ഇയാൾക്ക് നേരത്തെ അറിയാമായിരുന്നോ എന്ന് സേറ ചോദിക്കുമ്പോൾ ആദ്യം മുതൽ എനിക്ക് അറിയാമായിരുന്നു എന്നാണ് ഇൻഹോ പറയുന്നത്. അപ്പം അവന് താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കാനായിട്ട് തുടങ്ങിയതാണ്. എത്ര റെക്ലെസ് ആണ് ഇപ്പോഴത്തെ കുട്ടികളെന്നാണ് അന്നേരം സേറ തിരിച്ചു പറയുന്നത്. ഞാൻ ഇന്നും കൂടെ ഇവിടെ താമസിക്കാൻ കാണൂ എന്നും ഇൻഹോ അന്നേരം പറയും. എപ്പോഴാണ് ഈ തീരുമാനം എടുത്തതെന്ന് സേറ ചോദിക്കുമ്പോൾ ഇന്ന് എടുത്തതേ ഉള്ളൂ എന്ന് ഇൻഹോ തിരിച്ചു പറയും. ഞാൻ വിളിച്ചാൽ വരുമോ ഇനിയെന്ന് സേറ പിന്നെയും ചോദിക്കും. പുതിയൊരാളെ ഇനിയും കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ഇത്രയും വൃത്തിയായിട്ട് ചെയ്യുമോന്നും എനിക്ക് ഉറപ്പില്ല എന്ന് എക്സ്ക്യൂസ് ആയിട്ട് പറയുകയും ചെയ്യും. സേറ വിളിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് ഇൻഹോ ഉറപ്പ് കൊടുക്കും. ഇൻഹോ അങ്ങനെ തലേ ദിവസം ഒരു ഗിഫ്റ്റ് ഒക്കെ സേറയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവള് പക്ഷെ അത് എടുക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ അതെല്ലാം അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. ഇൻഹോ രാവിലത്തേക്കുള്ള ഫുഡും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് പോയേക്കുന്നത്. രാവിലെ കഴിക്കാറില്ല എന്ന് സേറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇൻഹോ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മാത്രം അത് അവിടെ നിന്ന് കഴിച്ചു തീർക്കും. പിറ്റേ ദിവസം രാവിലെ സേഗിയും ഭൂമിയും ഇൻഹോയും കൂടി മീറ്റ് ചെയ്യും. അവർ ചെയ്തത് തെറ്റാണെന്നും ഇൻഹോയ്ക്ക് അവരോട് ദേഷ്യം ഉണ്ടെന്നും രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് എങ്ങനെ തുടങ്ങണം എന്ന് ആർക്കും അറിയത്തില്ല. ഇന്നത്തെ കാര്യം എന്ന് സേഗി പറയുമ്പോൾ നമുക്കിപ്പോൾ കഴിക്കാം എന്നാണ് ഇൻഹോ തിരിച്ചു പറയുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സേഗിക്ക് പറ്റത്തില്ല. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്, നീയല്ലേ പോയി എനിമയുടെ വീട്ടിൽ പോയി താമസിച്ചത്, അപ്പോൾ ഞങ്ങൾക്കല്ലേ ദേഷ്യം തോന്നണ്ടേന്ന് ചോദിക്കും. മിണ്ടാതിരിക്കാൻ ഭൂമി കാണിക്കും, ആക്ഷൻ കാണിക്കും. അപ്പോൾ ഇൻഹോ പറയുന്നത് സേഗിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു, എനിക്ക് എപ്പം വേണമെങ്കിലും പറയാമായിരുന്നു, പക്ഷെ ഞാനതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പം ഭൂമിക്കും ദേഷ്യം വരും. നീ സേറയെ ഡേറ്റ് ചെയ്യുവാണോ എന്ന് ചോദിക്കും. ഇങ്ങനെ റൂഡായിട്ട് എന്നോട് സംസാരിക്കാൻ പാടുണ്ടോ എന്നാണ് ഇൻഹോ തിരിച്ചു ചോദിക്കുന്നത്. ഇത് മാനേഴ്സ് ആണ്, ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട്. എനിക്ക് പോകാൻ സ്ഥലമില്ലാത്തപ്പോൾ താമസിക്കാൻ സ്ഥലം തന്ന ഒരാളെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് പറയും. അപ്പോൾ ഭൂമി തിരിച്ചു ചോദിക്കുന്നത് ഞങ്ങൾക്ക് അതറിയാം, പക്ഷെ നീ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ്. ഉടനെ ഭൂമി എടുത്ത് മിണ്ടാതിരിക്കാൻ കാണിച്ചിട്ട് സേഗി സോറി പറയും. സാരമില്ല എന്നപ്പം ഇൻഹോയും പറയും. ഞങ്ങൾ കൺസേൺഡ് ആയിരുന്നു, നിനക്ക് താമസിക്കാൻ സ്ഥലമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണമായിരുന്നു, അതിനാണത് ചെയ്തതെന്ന് പറയും. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ഞാൻ ദേഷ്യപ്പെടാതിരുന്നതെന്ന് ഇൻഹോ തിരിച്ചും ചോദിക്കും. അങ്ങനെ ഭൂമിയും സോറി പറയും. അങ്ങനെ എല്ലാം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കും. സേഗിയുടെ ഫാനിന്റെ വക ട്രീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ സെറ്റിൽ എല്ലാവർക്കും ഫുഡ് ആരോ സ്പോൺസർ ചെയ്യും. അത് കണ്ടുകൊണ്ടാണ് സേഗിയും ഭൂമിയും അവിടേക്ക് വരുന്നത്. ഡോജയാണെന്ന് അവർക്ക് മനസ്സിലാവും. അവസാനത്തെ 2 സീനും കൂടെ ഇനി എടുക്കാനുള്ളൂ, പെട്ടെന്ന് തീരുമാനിക്കുമല്ലേ എന്ന് ഭൂമി ചോദിക്കുമ്പോൾ റീടേക്ക് ഇല്ലാതെ തീർക്കാനായിട്ട് ശ്രമിക്കാം, തീർന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് സേഗി തിരിച്ചു പറയും. ഇവരെ സംസാരിക്കുന്നത് യൂറി ഇപ്പുറത്ത് നിന്ന് എന്താണെന്ന് കേൾക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിയും, ഫൈനൽ സീൻ എടുക്കുകയാണ്. അന്നേരത്തേക്ക് സേഗിക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നും. കുറച്ച് സമയത്തേക്ക് അവളുടെ ഫോക്കസ് പോകും. പക്ഷേ ഡയറക്ടർ ലീ കട്ട് പറയും. അന്നേരം തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടും. ഭൂമിയും പുറകെ ചെല്ലും. നേരെ കാരവനിലേക്കാണ് ഓടുന്നത്. അകത്ത് ചെന്ന് കഴിയുമ്പോൾ ഭൂമി സേഗിയെ വിളിക്കും. നോക്കുന്നുണ്ടെ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് സേഗി ചോദിക്കുമ്പോൾ 8-10 വയസ്സുണ്ടാവും എന്ന് ഭൂമി തിരിച്ചു പറയും. അന്നേരം സെറ്റിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഒരു കുട്ടിയെ വേണം. മെയിൻ ആർട്ടിസ്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ നിൽക്കാൻ 2-3 കുട്ടികൾ വേണം. അതിൽ ഒരു കുട്ടിക്ക് വയ്യാതെ പോയേക്കുവാണ്. അപ്പോൾ വേറൊരു കുട്ടിയെ വേണം ഉടനെ തന്നെ.
ആ കുട്ടി സെറ്റിലില്ല. ഡയറക്ടർ ലീ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കും. അങ്ങനെ സെറ്റിലാകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതന്നെയാണ് ഭൂമിയുടെ കൂടെ ഒരു കൊച്ചുകുട്ടി നിൽക്കുന്നത് പ്രൊഡക്ഷനിലെ ആൾ കാണുന്നത്. അപ്പോൾ അന്നേരം തന്നെ കുറച്ച് നേരം അവിടെ വന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സെഗി എടുത്തോണ്ട് പോകും. ആ കുട്ടിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്, പക്ഷെ അയാൾ ഒന്നും കേൾക്കാനായിട്ട് നിൽക്കത്തില്ല. മെയിൻ ചൈൽഡ് ആർട്ടിസ്റ്റിന് നല്ല ഭാവത്തോടു കൂടി ഇമോഷനോട് കൂടി ഡയലോഗ് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഡയറക്ടർ വിചാരിക്കുന്ന കൂട്ടൊന്നും സംഭവം വരുന്നില്ല. അപ്പം സെയ്ക്ക് ഓൾറെഡി അഭിനയിക്കാനായിട്ട് അറിയാമല്ലോ, ഇത് കേട്ടോണ്ട് നിന്നിട്ട് സെയ്ക്ക് പറ്റുന്നില്ല. ചെന്നിട്ട് ആ കുട്ടിയെ പഠിപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഈ കുട്ടി നന്നായിട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ഡയറക്ടർ ലീ പറയും ആ കുട്ടി മതി, മെയിൻ ക്യാരക്ടറായിട്ട് ആ കുട്ടിയെ മതി എന്ന് പറയും. അങ്ങനെ സെയ്ഗിയാണ് മെയിൻ ചൈൽഡ് ആക്ടറായിട്ട് അവരെടുക്കുന്നത്. അങ്ങനെ കുട്ടി നന്നായിട്ട് ഡയലോഗൊക്കെ പറയും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയ കുട്ടിയായിട്ടും ഇത്ര നന്നായിട്ട് എങ്ങനെയാണ് അഭിനയിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും അപ്ലോഡ് ചെയ്യും. ഭൂമിക്കും സന്തോഷമാവും. വേറൊരു ഏജൻസിയിൽ നിന്ന് വന്നിട്ട് ചൈൽഡ് ആക്ടറായ സെയ്ഗിയെ റിക്രൂട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. ഇത് എൻ്റെ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇനി ഒരാഴ്ച ഇവർക്ക് ഷൂട്ടിംഗ് ഇല്ല. സപ്പോർട്ടിംഗ് റോൾ ആണല്ലോ സെയ്ഗിക്ക്. അതുകൊണ്ട് ഇവർക്ക് തിരിച്ചു പോരാം. അവർ ക്രൂ മുഴുവൻ വേറെ സ്ഥലത്ത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് ഇനി റെസ്റ്റ് എടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു തന്നാൽ മതി. അതിൻ്റെ ഒരു ആശ്വാസമുണ്ട് ഭൂമിക്ക്. അപ്പം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഇനിയും കുട്ടിയെ കൊണ്ട് ചെല്ലുവാണെങ്കിൽ വീണ്ടും റൂമർ സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ സെയ്ഗിയെ ഡ്രസ്സിനകത്ത് ഒളിപ്പിച്ചിട്ടാണ് ഭൂമി അകത്തേക്ക് പോകുന്നത്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ സെയ്ഗിയെ വിളിക്കും. അവൾക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കട്ട് ചെയ്ത് കളയും. കാരണം സൗണ്ട് മാറിയൊക്കെ വേണം, അമ്മയ്ക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുമല്ലോ വേറെ ആളാണെന്ന്. അന്നേരം ആരോ ബെല്ലടിക്കും. നമ്മൾ ആരും ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ, ആരായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഭൂമി സെയ്ഗിയെ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവർക്ക് ഒളിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ അമ്മ വീടിനകത്തേക്ക് കയറി വരും. ഭൂമിയുടെ കൂടെ ഒരു കുട്ടിയെ കണ്ടിട്ട് ഇതാ ഏതാണ് ഈ കുട്ടിയെന്ന് അമ്മ ഭൂമിയുടെ അടുത്ത് ചോദിക്കും. എന്ത് പറയണമെന്നറിയാതെ ഭൂമിയും സെയ്ഗിയും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കും.